ആകാശവാണി. നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് അഞ്ജന പുതിയമഠം. AST സ്പേസ് മൊബൈലിന്റെ ബ്ലൂബേർഡ് ബ്ലോക്ക് 2 ഉപഗ്രഹത്തെ വിജയകരമായി ഭ്രമണപഥത്തിലെത്തിച്ച് ISRO. ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ ബഹിരാകാശ കേന്ദ്രത്തിൽ നിന്ന് രാവിലെ 8:55-നാണ് വിക്ഷേപണം നടന്നത്. LVM-3യുടെ മൂന്നാം വാണിജ്യ വിക്ഷേപണ ദൌത്യമാണിത്. അമേരിക്കൻ കമ്പനി AST സ്പേസ് മൊബൈലിന്റെ ബ്ലൂബേർഡ് ബ്ലോക്ക് 2 ഉപഗ്രഹത്തെയാണ് ബാഹുബലി എന്നറിയപ്പെടുന്ന ഇന്ത്യയുടെ ഏറ്റവും കരുത്തുള്ള റോക്കറ്റ് ഈ ദൌത്യത്തിലൂടെ ബഹിരാകാശത്ത് എത്തിച്ചത്. 6100 കിലോഗ്രാമാണ് ഉപഗ്രഹത്തിന്റെ ഭാരം. ഉപഗ്രഹാധിഷ്ഠിത ഇന്റർനെറ്റ് സേവനങ്ങൾ നൽകുന്ന കമ്പനിയാണ് AST സ്പേസ് മൊബൈൽ. ISROയുടെ വിജയത്തിൽ ഉപരാഷ്ട്രപതി, പ്രധാനമന്ത്രി, കേന്ദ്രമന്ത്രിമാർ ഉൾപ്പെടെയുള്ളവർ അഭിനന്ദനം രേഖപ്പെടുത്തി. മുൻ പ്രധാനമന്ത്രി ഭാരത് രത്ന അടൽ ബിഹാരി വാജ്പേയിയുടെ ജീവിതാദർശങ്ങളോടുള്ള ആദരസൂചകമായി ഉത്തർപ്രദേശിലെ ലക്നൌവിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ രാഷ്ട്രപ്രേരണ സ്ഥൽ ഉദ്ഘാടനം ചെയ്യും. അടൽ ബിഹാരി വാജ്പേയിയുടെ 101ാം ജന്മവാർഷികത്തോട് അനുബന്ധിച്ചാണ് ശ്രീ മോദിയുടെ ലക്നൌ സന്ദർശനം. ഏകദേശം 230 കോടി രൂപ ചെലവിൽ 65 ഏക്കർ വിസ്തൃതിയിലാണ് രാഷ്ട്രപ്രേരണ സ്ഥലിന്റെ നിർമ്മാണം. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ പ്രഭാഷണ പരിപാടി മൻ കി ബാത് ഈ മാസം 28-ന് രാവിലെ 11 മണിക്ക്. പരിപാടിയുടെ 129ാം പതിപ്പാണിത്. മൻ കി ബാത്തിലേക്കുള്ള ആശയങ്ങളും അഭിപ്രായങ്ങളും മൈ GOV, നമോ ആപ്പ് എന്നിവയിലൂടെയോ 1800-117800 എന്ന ടോൾ ഫ്രീ നമ്പറിലോ ഈ മാസം 26 വരെ അറിയിക്കാം. തീവ്ര വോട്ടർ പട്ടിക പുതുക്കലിന്റെ ഭാഗമായി പരാതി രഹിത സംവിധാനം ഉറപ്പാക്കുവാൻ കേരളത്തിലെ 14 ജില്ലകൾക്കുമായി 4 ഇലക്ടറൽ റോൾ ഒബ്സർവർമാരെ നിയോഗിച്ചതായി മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ രത്തൻ യു ഖേൽക്കർ. കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളുടെ ചുമതല MG രാജമാണിക്യം IAS-നും തൃശൂർ, പാലക്കാട്, മലപ്പുറം ജില്ലകളുടെ ചുമതല K ബിജു IAS-നും കോട്ടയം, ഇടുക്കി, എറണാകുളം ജില്ലകൾ ടിങ്കു ബിസ്വാൾ IAS-നും തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ ജില്ലകൾ K വാസുകി IAS-നുമാണ് നൽകിയിരിക്കുന്നത്. ആദ്യ സന്ദർശന സമയത്ത് MPമാർ, MLAമാർ, അംഗീകൃത രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ എന്നിവരുടെ യോഗം വിളിച്ചു ചേർത്ത് പരാതികളും പരാതി വിഷയങ്ങളും കേൾക്കുകയും പുനഃപരിശോധനാ നടപടികളിൽ അവരുടെ സജീവ പങ്കാളിത്തം ഉറപ്പാക്കുകയും ചെയ്യും. പൊതുജനങ്ങളുമായും യോഗം ചേരും. തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിന്റെ ഭാഗമായി പ്രസിദ്ധീകരിച്ച കരട് വോട്ടർ പട്ടികയിന്മേലുള്ള പരാതികളും അവകാശവാദങ്ങളും സ്വീകരിക്കുന്നതിനുള്ള നടപടികൾ പൂർത്തിയായി. പരാതികളും അവകാശവാദങ്ങളും ജനുവരി 22 വരെ സമർപ്പിക്കാം. കരടു പട്ടികയിൽ ഉൾപ്പെടാത്ത AST പട്ടികയിൽ ഉള്ളവരും വോട്ടർ പട്ടികയിൽ ഉൾപ്പെടുത്താനായി അപേക്ഷയും സത്യവാങ്മൂലവും നൽകണം. കോട്ടയം മെഡിക്കൽ കോളേജിലും സ്കിൻ ബാങ്ക് സ്ഥാപിക്കാനുള്ള നടപടികൾ പുരോഗമിക്കുന്നതായി ആരോഗ്യമന്ത്രി വീണ ജോർജ്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ സ്ഥാപിച്ച സംസ്ഥാനത്തെ ആദ്യ സ്കിൻ ബാങ്കിൽ സ്കിൻ പ്രോസസിംഗ് ഇന്നലെ ആരംഭിച്ചിരുന്നു. 6.75 കോടി ചെലവഴിച്ചാണ് ബേൺസ് യൂണിറ്റിനൊപ്പം സ്കിൻ ബാങ്ക് സജ്ജമാക്കിയത്. കഴിഞ്ഞ ദിവസം മസ്തിഷ്ക മരണമടഞ്ഞ ഷിബുവിന്റെ ചർമ്മം കുടുംബം സ്കിൻ ബാങ്കിന് ദാനം ചെയ്തിരുന്നു. സംസ്ഥാനത്ത് ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ പക്ഷിപ്പനി സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ ആരോഗ്യവകുപ്പ് ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചു. നന്നായി വേവിച്ച കോഴിയിറച്ചി മാത്രമേ കഴിക്കാവൂ എന്നും പച്ചമാംസം കൈകാര്യം ചെയ്യുന്നവർ മാസ്ക് ധരിക്കണമെന്നും ആരോഗ്യവകുപ്പ് നിർദ്ദേശിച്ചു. താറാവുകളിലും കോഴികളിലുമാണ് അണുബാധ കണ്ടെത്തിയിരിക്കുന്നത്. പക്ഷികളെ കൊല്ലുന്നതുൾപ്പെടെയുള്ള നിരീക്ഷണവും നിയന്ത്രണ നടപടികളും ജില്ലാ ഉദ്യോഗസ്ഥരുടെ മേൽനോട്ടത്തിൽ ശക്തമാക്കിയിട്ടുണ്ട്. ICC വനിതാ T20 അന്താരാഷ്ട്ര ബൌളിംഗ് റാങ്കിങ്ങിൽ ഇന്ത്യൻ ഓൾറൌണ്ടർ ദീപ്തി ശർമ്മ 1ാം സ്ഥാനത്തെത്തി. വിശാഖപട്ടണത്ത് ശ്രീലങ്കയ്ക്കെതിരായ ആദ്യ T20 മത്സരത്തിലെ പ്രകടനമാണ് ദീപ്തിയെ പട്ടികയിൽ ഒന്നാമതെത്തിച്ചത്. 737 പോയിന്റോടെയാണ് ദീപ്തിയുടെ നേട്ടം. ഓസ്ട്രേലിയൻ ഫാസ്റ്റ് ബൌളർ അനബൽ സതേൺലാൻഡിനെ മറികടന്നാണ് ദീപ്തി പട്ടികയിൽ ഒന്നാമതെത്തിയത്. ഇന്ത്യ ശ്രീലങ്ക വനിതാ T20 ക്രിക്കറ്റ് പരമ്പരയിലെ അവസാന 3 മത്സരങ്ങൾക്കായി ഇരു ടീമുകളും ഇന്ന് തിരുവനന്തപുരത്തെത്തും. ഇന്നലെ വിശാഖപട്ടണത്ത് നടന്ന മത്സരത്തിൽ ശ്രീലങ്കയെ 7 വിക്കറ്റിന് ഇന്ത്യ പരാജയപ്പെടുത്തിയിരുന്നു. ഇതോടെ 5 മത്സരങ്ങളുള്ള പരമ്പരയിൽ 2 മത്സരങ്ങൾ ജയിച്ച് ഇന്ത്യ മുന്നിലാണ്. പരമ്പരയിലെ അടുത്ത മത്സരം മറ്റന്നാൾ തിരുവനന്തപുരത്ത് നടക്കും. തിരുവനന്തപുരം മാർ ഇവാനിയോസ് കോളേജിന്റെ പ്ലാറ്റിനം ജൂബിലി സമാപന ചടങ്ങിൽ ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ മുഖ്യാതിഥിയാകും. ഈ മാസം 30-നാണ് സമാപന സമ്മേളനം. ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ, മുഖ്യമന്ത്രി പിണറായി വിജയൻ, തിരുവനന്തപുരം കോർപ്പറേഷൻ മേയർ ഉൾപ്പെടെയുള്ളവർ സംബന്ധിക്കും. പൂർവ്വ വിദ്യാർത്ഥികളും വിദ്യാർത്ഥി പ്രതിനിധികളും പങ്കെടുക്കും. ക്രിസ്തുമസ് ആഘോഷങ്ങളുടെ പ്രാർത്ഥനയിലും സന്തോഷത്തിലും കേരളത്തിലെ ദേവാലയങ്ങൾ. പുൽക്കൂട്ടിൽ പിറന്ന രക്ഷകന്റെ തിരുനാൾ ആഘോഷിക്കാനൊരുങ്ങുകയാണ് നാടും നഗരവും. ദീപാലങ്കാരങ്ങളും നക്ഷത്രങ്ങളും പുൽക്കൂടുകളും ഒരുക്കി പള്ളികൾ ക്രിസ്മസ് ആഘോഷങ്ങളെ വരവേൽക്കുകയാണ്. നാളെയാണ് ക്രിസ്തുമസ്. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകുന്നേരം 6:30-ന്.